Very good evening, children. Very good evening. A few minutes late because I had another class and immediately switch overing to the next class. So, അതിൻ്റെ ഒരു ഡിലേ ആയിരുന്നു കേട്ടോ. ഓക്കെ, തുടങ്ങാം. റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? തുടങ്ങാം. അർജുൻ കൃഷ്ണ, ആരോൺ, നിഖിൽ രാജൻ, പ്രദീപ്, സനുഷ, ദിയ, അഭിനവ്, ശ്രീശക്തി, ജിഷ്ണ, ആതിര, അനുഗ്രഹ, കുറെ പേര് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ട്. നന്ദഗോപാൽ, very good evening to all and a hearty welcome to another chemistry class. Yes, ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. I think audio, video and every technical things are perfect and we can start. Ready. ഹോംവർക്ക് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആൻഡ് ആഫ്റ്റർ ദിസ് വി ഡിഡ് വൺ പ്രോബ്ലം അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിർത്തിയതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ശരിയല്ലേ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. കറക്റ്റ്. യെസ്, ഓക്കെ. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ നമ്മൾ 3 കേസസ് ചർച്ച ചെയ്തു. ഒന്ന്, ഒരു റിയാക്ഷൻ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ K 1/K ആയിട്ട് മാറും എന്ന് പറഞ്ഞു. 2, ഒരു റിയാക്ഷനെ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ K(N) ആവും എന്ന് പറഞ്ഞു. 3, മൾട്ടി ഫേസ് റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ, മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ ഓവറോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ. അതിനു മുൻപ് KP KC റിലേഷൻഷിപ്പിന്റെ കുറെ പ്രോബ്ലംസ്, കുറെ കേസസ് നമ്മൾ അനലൈസ് ചെയ്തു. KC KP ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ 2 രൂപങ്ങളാണ്. അതിനും മുൻപ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ലോ ഓഫ് മാസ് ആക്ഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഫിസിക്കൽ കെമിക്കൽ ഇക്വിലിബ്രിയ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ സോഫാർ കവർ ചെയ്തു. റൈറ്റ്? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുക. നമുക്ക് അവിടേക്ക് തിരിച്ചു പോകാം. വീണ്ടും സംശയങ്ങൾ ദൂരീകരിച്ച് തിരിച്ചു വരാം കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നമുക്ക് QC എന്താണ് എന്ന് പഠിക്കാം. QC കേട്ടോ, റിയാക്ഷൻ കോഷ്യന്റ്. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം. QC വേഴ്സസ് KC, that is our first topic for the day. QC വേഴ്സസ് KC, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇന്നത്തെ ടോപ്പിക്. ആദർശ്, യെസ്, QC വേഴ്സസ് KC. KC എന്താണെന്ന് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. QC എന്താണ് എന്ന് ഇതിനു മുൻപ് ഒരിക്കൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. QC ഈസ് കോൾഡ് റിയാക്ഷൻ കോഷ്യന്റ്. സപ്പോസ് വി ഹാവ്, ദിസ് ഈസ് കോൾഡ് റിയാക്ഷൻ കോഷ്യന്റ്. Reaction quotient. Suppose we have a reaction A moles of A plus B moles of B reversibly giving C moles of C plus D moles of D. We know Kc equal to molar concentration of C at equilibrium raised to C, molar concentration of D at equilibrium raised to D, by molar concentration of A at equilibrium raised to A, molar concentration of B at equilibrium raised to B. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. നൗ വാട്ട് ഈസ് റിയാക്ഷൻ കോഷ്യന്റ്? റിയാക്ഷൻ കോഷ്യന്റ് എന്ന് വെച്ചാൽ എന്താണ്? റിയാക്ഷൻ കോഷ്യന്റ് എന്ന് വെച്ചാൽ നോക്കാം.
റിയാക്ഷൻ കോഷ്യന്റ് QC is equal to സെയിം എക്സ്പ്രഷൻ ആണ്. സെയിം എക്സ്പ്രഷൻ ആണ്. KC equal to C raised to C D raised to D by A raised to A B raised to B. QC equal to C raised to C D raised to D A raised to A B raised to B. അപ്പോൾ ഇത് രണ്ടും ഒന്നാണോ രണ്ടാണോ? എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? അതോ രണ്ടും ഒന്ന് തന്നെയാണോ? രണ്ടും ഒന്ന് തന്നെ അല്ല എന്ന് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം QC വേഴ്സസ് KC എന്നാണ് ടോപ്പിക്ക് തന്നെ. അപ്പൊ രണ്ടും ഒന്നല്ല രണ്ടാണ് എന്ന് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്, എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എക്സ്പ്രഷൻ സെയിം ആണ്. എക്സ്പ്രഷൻ സെയിം ആണ്. എക്സ്പ്രഷൻ സെയിം ആയതുകൊണ്ട് രണ്ടും ഒന്നാവണമെന്നില്ല. ഇൻഫാക്ട് ഒന്നല്ല രണ്ടാണ്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? For a hypothetical reaction, A moles of A plus B moles of B giving C moles of C plus D moles of D. KC ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. QC സെയിം എക്സ്പ്രഷൻ എഴുതി വച്ചിരിക്കുന്നു. രണ്ടും ഒന്നല്ല എന്ന് വ്യക്തമാണ്. രണ്ടും ഒന്നാണെങ്കിൽ ആവശ്യമില്ലല്ലോ, ഒരു ടേം പോരെ. രണ്ടും രണ്ടായത് കൊണ്ടാണല്ലോ രണ്ടായിട്ട് പഠിക്കേണ്ടി വരുന്നത്. യെസ് 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 യെസ്, ദാറ്റ്സ് ഇറ്റ്. ആരോൺ വെരി ഗുഡ്, ആരോൺ വെരി ഗുഡ്. അത്രേ ഉള്ളൂ വ്യത്യാസം, അത്രേ ഉള്ളൂ വ്യത്യാസം. ദിസ് ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ദിസ് ഈസ് അറ്റ് ഇക്വിലിബ്രിയം. And what about this? This is at any moment of the reaction. At any moment of the reaction. This is at equilibrium and this is at any moment of the reaction. അതാണ് വ്യത്യാസം. ഇതൊരു കോൺസ്റ്റന്റ് ആണ്, ഇതൊരു വേരിയബിൾ ആണ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്, ഇതൊരു വേരിയബിൾ ആണ്. This is equilibrium constant and this is called reaction quotient. This is molar concentration of C at equilibrium. This is molar concentration of B at equilibrium, while this is molar concentration of C at any moment of the observation. നിങ്ങൾ റിയാക്ഷൻ തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോഴാണ് റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ഈ അരമണിക്കൂർ കഴിഞ്ഞു, റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തി. അവിടെയുള്ള ഡാറ്റയാണ് ഇത്. Suppose you are taking an observation at 5 minutes. Suppose you are taking an observation at 10 minutes. അത് ഇക്വിലിബ്രിയം അല്ല. ഇക്വിലിബ്രിയത്തിൽ അല്ലാത്ത ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ഇതുപോലെ എടുത്തുകൂടെ? കോൺസെൻട്രേഷൻ ഓഫ് സി ഇക്വിലിബ്രിയത്തിൽ അല്ലാത്തൊരവസ്ഥയിൽ, ഇക്വിലിബ്രിയം എത്തുന്നത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കുക. റിയാക്ഷൻ തുടങ്ങി 30 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്ന് വിചാരിക്കാം. റിയാക്ഷൻ തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിയുടെയും ഡിയുടെയും എയുടെയും ബിയുടെയും ഒക്കെ കോൺസെൻട്രേഷൻ എടുത്തുകൂടെ? അതുപയോഗിച്ച് ഒരു ഫോർമാറ്റ്, അതുപയോഗിച്ച് ഒരു ഡാറ്റ കണ്ടുപിടിച്ചുകൂടെ? 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഡാറ്റ കണ്ടുപിടിച്ചുകൂടെ? അപ്പൊ ഇതെന്താണത്? കോൺസെൻട്രേഷൻ ഓഫ് സി അറ്റ് എനി മൊമെന്റ് ഓഫ് ദ റിയാക്ഷൻ, കോൺസെൻട്രേഷൻ ഓഫ് എ അറ്റ് എനി മൊമെന്റ് ഓഫ് ദ റിയാക്ഷൻ, കോൺസെൻട്രേഷൻ ഓഫ് ഡി അറ്റ് എനി മൊമെന്റ് ഓഫ് ദ റിയാക്ഷൻ. സോ എക്സ്പ്രഷൻ സെയിം ആണ്, പക്ഷെ കണ്ടന്റ് ഡിഫറെന്റ് ആണ്. This is concentration of C, D, A, B at equilibrium. This is concentration of C, D, A, B at any moment of the reaction. അതാണ് സംഭവം. Is it clear, children? Is it clear? Yes. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ, 3 അവസ്ഥകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. എന്താണ് 3 അവസ്ഥകള്? ഒന്നാമത്തെ കേസ് QC ലെസ് ദാൻ KC. യു ക്യാൻ സി യു ആർ ലൈക്ക് ദിസ്. രണ്ടാമത്തെ കേസ് QC ഈക്വൽ ടു KC. You can see you are like this. മൂന്നാമത്തെ കേസ് QC greater than KC. You can see you are like this.
I don't know whether you can understand the caricature. ഞാൻ ഈ വരച്ച കാരിക്കേച്ചർ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഒന്ന് ആലോചിച്ച് പറയും മക്കളെ. ആ വരച്ചത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ നോക്കുക. ഫോർവേഡ് ആരോ വലുതും ബാക്ക്വേർഡ് ആരോ ചെറുതും. ഫോർവേഡ് ബാക്ക്വേർഡ് ആരോ ഈക്വൽ. ബാക്ക്വേർഡ് ആരോ വലുതും ഫോർവേഡ് ആരോ ചെറുതും. മനസ്സിലായില്ലേ? യെസ് യെസ് സർ. അപ്പോ ക്യു സി ആൻഡ് കെ സി ഇക്വിലിബ്രിയത്തിൽ ഈക്വൽ ആവുമോ? പ്രദീപ്, അതാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യു സി ലെസ് ദാൻ കെ സി ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ഫേവേഴ്സ്. ക്യു സി ഈക്വൽ ടു കെ സി ആണെങ്കിൽ forward equal to backward. That means you are at equilibrium. QC greater than KC ആണെങ്കിൽ backward reaction dominates. Very good. അപ്പൊ QC ഒരു അളവുകോലാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു, റിയാക്ഷനിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ക്യു സി ഉപയോഗിക്കാം. സപ്പോസ് ഒരു റിയാക്ഷന്റെ കെ സി 100 ആണെന്ന് വിചാരിക്കുക. ഒരു റിയാക്ഷന്റെ കെ സി 100 ആണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ക്യു സി വർക്ക്ഔട്ട് ചെയ്തപ്പോ 20 എന്ന് കിട്ടി. നമുക്ക് മനസ്സിലാക്കാം ഫോർവേഡ് റിയാക്ഷൻ ഡോമിനേറ്റ്സ് എന്ന് മനസ്സിലാക്കാം. The reaction is traveling towards forward direction. അതേ സമയത്ത് നമുക്ക് കിട്ടിയത് ക്യു സി ഈക്വൽ ടു 150 ആണെന്ന് വിചാരിക്കുക. We can understand backward reaction dominates. അതേ സമയത്ത് നമുക്ക് കിട്ടിയത് ക്യു സി ഈക്വൽ ടു 100 എന്നാണെന്ന് വിചാരിക്കുക. We can say we are at equilibrium. അപ്പൊ ക്യു സിയും കെ സിയും ഈക്വൽ ആവുന്ന മൊമെന്റ് ആണ് ഇക്വിലിബ്രിയം. ക്യു സി കെ സിക്ക് ഈക്വൽ ആവുന്ന മൊമെന്റ് ആണ് ഇക്വിലിബ്രിയം. ക്യു സി ലെസ് ദാൻ കെ സി വി ആർ ട്രാവലിംഗ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. ക്യു സി ഗ്രേറ്റർ ദാൻ കെ സി വി ആർ ട്രാവലിംഗ് ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അതെങ്ങനെയാ സർ ബാക്ക്വേർഡ് ഡയറക്ഷൻ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇക്വിലിബ്രിയം ക്യാൻ ട്രാവൽ ഫ്രം ഐദർ സൈഡ് എന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ഇക്വിലിബ്രിയം ക്യാൻ ട്രാവൽ ഫ്രം ഐദർ സൈഡ് പറഞ്ഞിരുന്നു. അപ്പൊ ഇക്വിലിബ്രിയത്തിന് ഇവിടുന്ന് അങ്ങോട്ടും പോകാം, അവിടുന്ന് ഇങ്ങോട്ടും വരാം. മനസ്സിലാവുണ്ടോ? അപ്പോ ക്യു സി ലെസ് ദാൻ കെ സി ഫോർവേഡ് ഡയറക്ഷൻ ഡോമിനേറ്റ് ചെയ്യുന്നു. ക്യു സി ഗ്രേറ്റർ ദാൻ കെ സി ബാക്ക്വേർഡ് ഡയറക്ഷൻ ഡോമിനേറ്റ് ചെയ്യുന്നു. QC equal to KC, we are at equilibrium. Pradeep Lakshman, I hope that is clear to you. Okay, alle makkale? Yes. നമുക്കൊരു ഗ്രാഫിക്കൽ പ്ലോട്ടായിട്ട് വരയ്ക്കാമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം. ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടായിട്ട് വരയ്ക്കാമെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. സപ്പോസ് ദിസ് ഈസ് കെ സി. കെ സി ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. കെ സി ഒരു കോൺസ്റ്റന്റ് ആണ്. കെ സി ഒരു കോൺസ്റ്റന്റ് ആണ്. അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കെ സി ഈസ് ഫിക്സഡ്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കെ സി ഫിക്സഡ് ആയിരിക്കും. നോക്ക്, കെ സി ഫിക്സഡ് ആയിരിക്കും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. നൗ കേസ് 1 QC like this. Take this as QC. നോക്കൂ, QC is less than KC. QC is less than KC. That means ഇങ്ങോട്ടേക്കാണ് മൂവ്മെന്റ്. That means it is traveling towards KC. That means forward reaction dominates. This is case 1.
Case 2, QC is equal to KC. Case 2, QC is equal to KC. That means you are at equilibrium. Case 2. And case 3, QC is greater than KC. QC is greater than KC. You are coming backward. You are coming backward. Backward reaction dominate. Case 3. I think this picture will give you a clear idea regarding the variability of QC and constant nature of KC. And QC is always traveling towards KC. QC is always traveling towards KC. In fact, QC gives you an idea where you stand in a particular reaction. ഈ ഗ്രാഫ് എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഗ്രാഫ് എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഗുഡ് ഗുഡ്. അടുത്തത് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ അടുത്തത് ലാൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. അതാണ് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തെ സ്വാധീനിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫാക്ടേഴ്സ്. ഇക്വിലിബ്രിയത്തെ സ്വാധീനിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫാക്ടേഴ്സ്. അതാണ് നമ്മുടെ അടുത്ത ചർച്ച. വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. 1. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. 1. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. 2. ചേഞ്ച് ഇൻ പ്രഷർ. 3. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. 4. ഇൻഫ്ലുവൻസ് ഓഫ് കാറ്റലിസ്റ്റ്. 5. അഡീഷൻ ഓഫ് ആൻ ഇനർട്ട് ഗ്യാസ്. Addition of an inert gas. 5. Addition of inert gas പറയുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് വ്യത്യസ്ത കണ്ടീഷനിൽ പറയണം. 1. അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. 2. അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം. അങ്ങനെ രണ്ട് അവസ്ഥകളിൽ അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് പറയണം. So change in concentration, how it affect equilibrium. Change in pressure, how it affect equilibrium. Change in temperature, how it affect equilibrium. ഒരു കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യം എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തെ സ്വാധീനിക്കുന്നത്? Adding an inert gas, how it affect equilibrium at a constant pressure and at a constant volume. This is the point of discussion. ഈ ഡിസ്കഷൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് കോൾഡ് ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. And that explain the factors which affect equilibrium. ഇക്വിലിബ്രിയത്തെ സ്വാധീനിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് വിശദീകരിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്
ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ആദ്യം തന്നെ എന്താണ് ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ആ ഓരോ ഫാക്ടേഴ്സിന്റെ വിശദീകരണത്തിലേക്ക് പോവാം. പ്ലീസ് നോട്ട് ഡൗൺ ദ സ്റ്റേറ്റ്മെന്റ് ഫോർ ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ടെക്സ്റ്റിലുള്ള അതേപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. Please take down Le Chatelier's principle. എന്താ പറയുന്നത്? It states that a change in any of the factors that determine the equilibrium conditions of a system will cause the system to change in such a manner so as to reduce or to counteract the effect of the change. എൻ്റെ സ്റ്റേറ്റ്മെന്റ് വൃത്തിയായിട്ട് എഴുതി വയ്ക്കാം. A change in any of the factors. എന്താ ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു. കോൺസെൻട്രേഷനിലെ ചേഞ്ച് ആവാം, ടെമ്പറേച്ചറിലെ ചേഞ്ച് ആവാം, പ്രഷറിലെ ചേഞ്ച് ആവാം, ഒരു ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നതാവാം. A change in any of the factors that determine equilibrium will cause the system to change in such a manner so as to reduce or to counteract the effect of the change. ആ ഇഫക്റ്റ് ഓഫ് ദ ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യാൻ സിസ്റ്റം ശ്രമിക്കും. സിസ്റ്റം വിൽ ട്രൈ ടു നള്ളിഫൈ ദ ഇഫക്റ്റ് ഓഫ് ദ ചേഞ്ച്. സിസ്റ്റം വിൽ ട്രൈ ടു റിഡ്യൂസ് ദ ഇഫക്റ്റ് ഓഫ് ദ ചേഞ്ച്. എന്ന് വെച്ചാൽ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യും എന്നർത്ഥം. സിസ്റ്റം റെസ്പോണ്ട് ചെയ്യും എന്നർത്ഥം. പറഞ്ഞെഴുതണം കേട്ടോ. Le Chatelier's principle states that change in any of the factors that determine the equilibrium condition of a system will cause the system to change in such a manner so as to reduce or to counteract the effect of the change. എന്ന് വെച്ചാൽ ഒരു ഫാക്ടറിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ, ഏതൊക്കെ ഫാക്ടറിൽ? കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ എക്സെട്ര. എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ, ഇഫ് യു ട്രൈ ടു ഡിസ്റ്റർബ് ദ സിസ്റ്റം അണ്ടർ ഇക്വിലിബ്രിയം, സിസ്റ്റം വിൽ ട്രൈ ടു റിഡ്യൂസ് ദ ഇഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച്. സിസ്റ്റം വിൽ ട്രൈ ടു കൗണ്ടറാക്ട്. എഴുതിയ മക്കളെ? എഴുതി. ഓക്കെ. ഇനി നമുക്ക് ഓരോരോ പോയിന്റിലേക്കായിട്ട് തിരിച്ചു വരാം. ഒന്നാമത്തേത് ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. Suppose we are taking a reaction N2 plus 3H2 reversibly giving 2NH3. Imagine this is a reaction under equilibrium. Suppose we are changing the concentration. നമ്മൾ ഇതിന്റെ കോൺസെൻട്രേഷൻ മാറ്റുന്നു. റൈറ്റ്? നമ്മൾ കോൺസെൻട്രേഷൻ, നൈട്രജന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു എന്ന് വിചാരിക്കാം. സപ്പോസ് വി ആർ ഇൻക്രീസിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ. നൈട്രജന്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടുന്നു. റിയാക്ഷൻ എന്ത് ചെയ്യും? അവിടെ തന്നെ നിൽക്കുമോ, അതോ മുന്നോട്ട് പോകുമോ, അതോ പുറകോട്ട് വരുമോ? നൈട്രജന്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടുകയാണ്. റിയാക്ഷൻ എന്ത് ചെയ്യും? അവിടെ തന്നെ നിൽക്കുമോ, അതോ മുന്നോട്ട് പോകുമോ, അതോ പുറകോട്ട് വരുമോ? ഫോർവേഡ് റിയാക്ഷൻ വിൽ ഒക്കർ. നൈട്രജന്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ ഇതും ഇവിടെ ബാക്കിയുള്ള കുറച്ചും കൂടെ റിയാക്ട് ചെയ്ത് ഫോർവേഡ് റിയാക്ഷൻ ഇങ്ങോട്ടേക്ക് പോകും.
വാട്ട് അബൌട്ട് ഹൈഡ്രജൻ ക്വാണ്ടിറ്റി? ഹൈഡ്രജന്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടിയാലോ? ഹൈഡ്രജന്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടിയാലോ? അപ്പോഴും ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകും അല്ലെ? നൈട്രജന്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ ഫോർവേഡ് ഡയറക്ഷനിൽ പോകും, ഹൈഡ്രജന്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ ഫോർവേഡ് ഡയറക്ഷനിൽ പോകും. രണ്ടുപേരുടെയും ക്വാണ്ടിറ്റി കൂട്ടിയാലോ? രണ്ടുപേരുടെയും ക്വാണ്ടിറ്റി കൂട്ടിയാലോ? ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകും. എന്താ സംശയം? ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകും. അപ്പോ നൈട്രജന്റെ ക്വാണ്ടിറ്റി കൂട്ടുക, ഹൈഡ്രജന്റെ ക്വാണ്ടിറ്റി കൂട്ടുക, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ക്വാണ്ടിറ്റി കൂട്ടുക. ദ റിയാക്ഷൻ വിൽ ട്രാവൽ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. അതേസമയം അമോണിയയുടെ ക്വാണ്ടിറ്റി കൂട്ടിയാലോ മക്കളെ? അമോണിയയുടെ ക്വാണ്ടിറ്റി കൂട്ടിയാലോടാ? സപ്പോസ് വി ആർ ഇൻക്രീസിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് അമോണിയ. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷൻ ഫേവർ ചെയ്യും. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. സോ ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് നൈട്രജൻ, increase in quantity of hydrogen will favor forward reaction, while increase in quantity of ammonia will favor backward reaction. മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ്. അപ്പോ നൈട്രജൻ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ, ഹൈഡ്രജൻ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ, നൈട്രജനും ഹൈഡ്രജനും കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ, അമോണിയ കൂട്ടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ അമോണിയ വിഡ്രോ ചെയ്താലോ? സപ്പോസ് വി വിഡ്രോ അമോണിയ, അപ്പോഴോ? അമോണിയ വിഡ്രോ ചെയ്യുന്നു, അപ്പോഴോ? അമോണിയ കുറയ്ക്കുന്നു, റിമൂവ് ചെയ്യുന്നു. യു ആർ റിമൂവിങ് അമോണിയ, അപ്പോഴോ? ഫോർവേഡ് റിയാക്ഷൻ വിൽ ടേക്ക് പ്ലേസ്. ഫോർവേഡ് റിയാക്ഷൻ വിൽ ടേക്ക് പ്ലേസ്. യു ആർ റിമൂവിങ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ, അപ്പോഴോ? യു ആർ റിമൂവിങ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. ഇവരെ റിമൂവ് ചെയ്യുന്നു, അപ്പോഴോ? ബാക്ക്വേർഡ് റിയാക്ഷൻ വിൽ ടേക്ക് പ്ലേസ്. അപ്പോ ഇത്രയേ ഉള്ളൂ. ഇതാണ് സിസ്റ്റത്തിന്റെ റെസ്പോൺസ്. അപ്പൊ റിയാക്ടൻസിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കും. പ്രോഡക്റ്റ് റിമൂവ് ചെയ്താൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. റിയാക്ടൻസ് റിമൂവ് ചെയ്താൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. Is that clear? Is that clear? Yes. ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ് ആണ്. ഐ തിങ്ക് മെനി ഓഫ് യു, ഓൾ ഓഫ് യു മേ ബി അവെയർ ഓഫ്. ഈ പ്രോസസ്സിന്റെ പേര് ഹെയ്ബർ പ്രോസസ് എന്നാണ്. കൊമേഴ്ഷ്യൽ ആയിട്ട് അമോണിയ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന, ഇൻഡസ്ട്രിയൽ ആയിട്ട് അമോണിയ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണിത്, ഹെയ്ബർ പ്രോസസ്. ഇനി നമുക്ക് ഗുണമുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇനി ഇതിന്റെ അപ്ലിക്കേഷനെ കുറിച്ച് ചർച്ച ചെയ്യാം. പറയൂ, ഒരു പ്ലാന്റില് നമ്മൾ ഹേബർ പ്രോസസ് നടത്തുന്നു. നിങ്ങളുടെ ഫാക്ടറിയിൽ നിങ്ങൾ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നു. കൂടുതൽ അമോണിയ കിട്ടാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? പറയൂ. അതാണ് നമ്മുടെ സബ്ജക്ട് മാറ്റർ. അതാണ് നമ്മൾ എന്തിന് ഇക്വിലിബ്രിയം പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻ ഈ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ ഫാക്ടറിയിൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്വാഭാവികമായും നമ്മുടെ ചിന്ത എന്തായിരിക്കും? കൂടുതൽ എങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടാം എന്നായിരിക്കും നമ്മുടെ ചിന്ത. അപ്പൊ നമുക്ക് മാക്സിമം അമോണിയ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം? അവിടേക്കാണ് നമ്മുടെ ചർച്ച പോകുന്നത്. എനിക്ക് കൂടുതൽ അമോണിയ കിട്ടിക്കൊണ്ടേയിരിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു ടു ഗെറ്റ് കണ്ടിന്യൂസ്ലി മോർ ആൻഡ് മോർ അമോണിയ? ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് ലേ ചാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ഇതാണ് ലേ ചാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം പഠിക്കുന്നത് എന്ന് തന്നെ പറയാം.
യെസ്, എക്സാക്ട്ലി അഭിനവ്, ആരതി, വെരി ഗുഡ്. നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് നൈട്രജനും ഹൈഡ്രജനും തള്ളിക്കൊണ്ടേയിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നൈട്രജനും ഹൈഡ്രജനും സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. കിട്ടുന്ന അമോണിയ അപ്പ റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കിട്ടുന്ന അമോണിയ അപ്പ റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഹൈഡ്രജനും നൈട്രജനും കൊടുത്തുകൊണ്ടേയിരിക്കുക. You will continuously get more and more of ammonia. So in terms of concentration, what can be done to get maximum yield of ammonia? എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടത് ഇതാണ്: continuous supply of hydrogen and nitrogen and continuous removal of ammonia. വെറുതെ അല്ല ഹേബർ പ്രോസസ്സിൽ ഉണ്ടാകുന്ന അമോണിയ അപ്പൊ തന്നെ കണ്ടൻസറിലൂടെ കടത്തിവിട്ട് തണുപ്പിച്ച് റിമൂവ് ചെയ്യാം. അമോണിയെ അവിടെ ഗ്യാസ് ആയിട്ട് നിൽക്കാൻ അനുവദിക്കാറേ ഇല്ല. ഈ അമോണിയ കിട്ടുന്ന അപ്പൊ തന്നെ ഒരു കണ്ടൻസറിലൂടെ കടന്നു പോകും. എന്നിട്ട് അത് തണുപ്പിച്ച് അമോണിയ ലിക്വിഡ് അമോണിയ ആക്കി നമ്മൾ അവിടുന്ന് മാറ്റും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? to get maximum ammonia. മക്കളെ ക്ലിയർ ആണോ? അല്ലാതെ ഈ ഇക്വിലിബ്രിയം വെച്ച് കളിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് എന്താ പ്രാന്തുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഒരു ഫാക്ടറി നടത്തുക. എന്താ ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ? എന്താണ്? അമോണിയ കൊണ്ടുപോകാൻ ടാങ്കർ ലോറികൾ ഫാക്ടറിയുടെ ഗേറ്റിന് പുറത്ത് കെട്ടി നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഫാക്ടറിയുടെ പുറത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല ഫാക്ടറികൾ അതിന്റെ പുറത്ത് ഇങ്ങനെ ടാങ്കർ ലോറികൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അവിടുന്ന് പ്രോഡക്റ്റ് ഡെസ്പാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ലോറികളൊക്കെയാണ്. അപ്പൊ അതുപോലെ ടാങ്കർ ലോറികൾ നിങ്ങളുടെ ഫാക്ടറിയുടെ പുറത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുക. എന്തിനാ? അമോണിയ കൊണ്ടുപോകാൻ. റൈറ്റ്? ആ സമയത്ത് നമ്മൾ ഫാക്ടറിക്കകത്ത് അമോണിയ ഉണ്ടാക്കി കളിക്കുക. എങ്ങനെ? നൈട്രജൻ, ഹൈഡ്രജൻ, അമോണിയ, നൈട്രജൻ, ഹൈഡ്രജൻ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. ഇക്വിലിബ്രിയം. അതാണോ നമ്മൾ ചെയ്യുക? അല്ല. നമുക്ക് ഇക്വിലിബ്രിയത്തിനോട് വലിയ പ്രതിപത്തി ഇല്ല. നമുക്ക് ഇക്വിലിബ്രിയം വേണ്ട. നമ്മൾ ഇക്വിലിബ്രിയം പഠിക്കുന്നത് ഇൻ ദിസ് സെൻസ്, ഈ സെൻസിൽ നമ്മൾ ഇക്വിലിബ്രിയത്തെ കുറിച്ച് പഠിക്കുന്നത് എങ്ങനെ ഇക്വിലിബ്രിയം ഒഴിവാക്കാം എന്ന് മനസ്സിലാക്കാനാണ്. എങ്ങനെ ഒരു റിയാക്ഷനെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത് തടയാം, ഇതാണ് നമ്മുടെ ചിന്ത. അല്ലാതെ ഇക്വിലിബ്രിയത്തിൽ കളിച്ചുകൊണ്ടിരിക്കലല്ല നമ്മുടെ ഉദ്ദേശം. വി വാണ്ട് ടു ഗെറ്റ് മോർ ആൻഡ് മോർ അമോണിയ. എന്ത് ചെയ്യാം? കൂടുതൽ നൈട്രജനും ഹൈഡ്രജനും കൊടുത്തുകൊണ്ടേയിരിക്കുക. കിട്ടുന്ന അമോണിയ അപ്പപ്പോ മാറ്റിക്കൊണ്ടിരിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ ചിൽഡ്രൻ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. നമ്മളത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. വൈ ആക്സിസിൽ ദിസ് ഈസ് കോൺസെൻട്രേഷൻ, എക്സ് ആക്സിസിൽ ലെറ്റ് ഇറ്റ് ബി ടൈം. സോ ഞാൻ ഹൈഡ്രജൻ ക്വാണ്ടിറ്റി ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദിസ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് ഹൈഡ്രജൻ ആൻഡ് ദിസ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് നൈട്രജൻ ആൻഡ് ദിസ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് അമോണിയ. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് വിചാരിക്കാം. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തത് ഏകദേശം ഈ പോയിന്റിൽ വെച്ചിട്ടാണ് നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തത്. റൈറ്റ്? നോക്കൂ, നൈട്രജൻ റിയാക്ടന്റ് ആണ്, ക്വാണ്ടിറ്റി കുറഞ്ഞു വരണം. ഹൈഡ്രജൻ റിയാക്ടന്റ് ആണ്, ക്വാണ്ടിറ്റി കുറഞ്ഞു വരണം. അമോണിയ പ്രോഡക്റ്റ് ആണ്, ക്വാണ്ടിറ്റി 0-ൽ നിന്ന് കൂടി വരണം. നൗ ദിസ് ഈസ് ഇക്വിലിബ്രിയം, കോൺസെൻട്രേഷൻ റിമെയിൻ ഫിക്സഡ്. റൈറ്റ്? ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ ജസ്റ്റ് ഇമാജിൻ ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിന് ശേഷം എവിടെ വെച്ചിട്ടാണെങ്കിലും ശരി, ഇമാജിൻ ഹിയർ വി ആർ ആഡിങ് മോർ ആൻഡ് മോർ ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. ഇവിടെ നമ്മൾ കൂടുതൽ നൈട്രജനും ഹൈഡ്രജനും ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഹൈഡ്രജന്റെ ഇപ്പോഴത്തെ ക്വാണ്ടിറ്റി ഇതാണ്, ഞാൻ അതിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തു, കൂടി.
ഇപ്പോൾ ഇതാണ് നൈട്രജന്റെ ക്വാണ്ടിറ്റി, അതിൽ കുറച്ചുകൂടെ ആഡ് ചെയ്തു, എന്ത് സംഭവിക്കും? ദിസ് ഈസ് ദ ന്യൂ പോയിന്റ്. എന്നിട്ടോ അവിടുന്ന് വീണ്ടും പുതിയ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് അവർ ട്രാവൽ ചെയ്യും. കണ്ടോ, ഇങ്ങനെ വരും, ഇങ്ങനെ വരും. Now we are in a new equilibrium. ഇതാണ് അമോണിയയുടെ ഇപ്പോഴത്തെ ക്വാണ്ടിറ്റി. You are getting a new equilibrium. അപ്പൊ നോക്ക്, നമ്മള് നൈട്രജൻ കുറച്ച് ആഡ് ചെയ്തു, ഹൈഡ്രജൻ കുറച്ച് ആഡ് ചെയ്തു, അത് ഹൈഡ്രജൻ ആഡ് ചെയ്തത് കുറയുന്നു, നൈട്രജനും കുറയുന്നു, അമോണിയ കൂടുന്നു. കണ്ടോ? And now this is a new equilibrium. This is a new equilibrium. നോക്ക്, that is a graphical representation change in concentration of hydrogen and ammonia. In fact, hydrogen കുറയുന്നതും നൈട്രജൻ കുറയുന്നതും ഒരേ റേറ്റിലായിരിക്കില്ല. നൈട്രജൻ കുറയുന്നതിന്റെ 3 ഇരട്ടി ഹൈഡ്രജൻ കുറയും കിട്ടും. അപ്പൊ അതിനനുസരിച്ചിട്ട് ഗ്രാഫ് വേണമെങ്കിൽ ഒന്ന് റീപ്ലോട്ട് ചെയ്യാവുന്നതാണ്. ഹൈഡ്രജൻ 3 ഇരട്ടിയാണ് കുറയുക. നൈട്രജൻ കുറയുന്നതും ഹൈഡ്രജൻ കുറയുന്നതും ഒരുപോലെ ആയിരിക്കില്ല, എന്തായാലും കുറയും. നൈട്രജൻ കുറയുന്നതിന്റെ 3 മടങ്ങാണ് ഹൈഡ്രജൻ കുറയുക. വേണമെങ്കിൽ ഈ ഗ്രാഫിനെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ മാറ്റി വരയ്ക്കാം, കുറച്ച് കുറയുന്ന പോലെ ആക്കാം, ഇങ്ങനെ ആക്കാം. അപ്പൊ നൈട്രജന്റെ കുറവും ഹൈഡ്രജന്റെ കുറവും നോക്കിയാൽ 3 മടങ്ങായിട്ട് വരണം. നൈട്രജൻ 1 മോൾ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ 3 മോൾ റിയാക്ട് ചെയ്യും. ഇത് ക്ലിയർ ആണോടാ? ഈ ഗ്രാഫ് പറഞ്ഞത് ക്ലിയർ ആണോ? ഈ ഗ്രാഫ് പറഞ്ഞത് ഓക്കെ അല്ലേ? ഫൈൻ. ഈ ഗ്രാഫ് പല രീതികളിൽ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഹൈഡ്രജൻ മാത്രം കൂട്ടുക, നൈട്രജൻ മാത്രം കൂട്ടുക, നൈട്രജനും ഹൈഡ്രജനും കൂട്ടുക, അമോണിയ കുറയ്ക്കുക, അമോണിയ കൂട്ടുക, പല രീതികളിൽ ആ ഗ്രാഫ് ഒന്ന് ചിന്തിക്കാൻ സാധിക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞ എല്ലാ രൂപത്തിലും ഈ ഗ്രാഫിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. എങ്ങനെയൊക്കെയാണ്? നൈട്രജൻ കൂട്ടുന്നു, ഹൈഡ്രജൻ കൂട്ടുന്നു, നൈട്രജനും ഹൈഡ്രജനും കൂട്ടുന്നു, അത് നമ്മളിപ്പോ വരച്ചു. നൈട്രജനും ഹൈഡ്രജനും കൂട്ടുന്നു, അത് നമ്മളിപ്പോ വരച്ചു. ഓക്കെ, ഇനി അമോണിയ കൂട്ടിയാൽ എങ്ങനെയാ വരിക? അമോണിയ വിഡ്രോ ചെയ്താൽ എങ്ങനെയാ വരിക? നൈട്രജനും ഹൈഡ്രജനും വിഡ്രോ ചെയ്താൽ എങ്ങനെ വരും? അതൊക്കെ ചിന്തിക്കാവുന്നതാണ്. ഓക്കെ, ഈ പറഞ്ഞ എല്ലാ പോസിബിലിറ്റീസും നിങ്ങൾക്ക് ഗ്രാഫിക്കലായിട്ട് ചിന്തിക്കാവുന്നതാണ്. ഈ പറഞ്ഞ എല്ലാ പോസിബിലിറ്റീസും നിങ്ങൾക്ക് ഗ്രാഫിക്കലായിട്ട് ചിന്തിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ചിന്തിച്ചത് ഇതാണ് കേട്ടോ, ആഡിങ് മോർ നൈട്രജൻ ഹൈഡ്രജൻ, അതാണ് നമ്മളിപ്പോ വരച്ചത്. നൈട്രജൻ മാത്രം ആഡ് ചെയ്താൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഹൈഡ്രജൻ മാത്രം ഇൻക്രീസ് ചെയ്താൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും? അമോണിയ ഇൻക്രീസ് ചെയ്താൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ചിന്തിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി, ഞാൻ വരച്ചു തരാം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ മക്കൾക്ക്? ഈ എല്ലാ സാധ്യതകളും ഡിഫറെന്റ് ഗ്രാഫിക്കൽ പ്ലോട്ടായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും. അതിലേതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയുക, ഞാൻ വരച്ചു തരാം. Is that okay, children? Is that okay? ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷനെ കുറിച്ചാണ്. ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ തന്നെ വേറൊരു രൂപത്തില് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്ക്, ഈ ഗ്രാഫ് നോക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ കൺസെപ്റ്റ് അല്ലേ വിശദീകരിക്കുന്നത്? നോക്കൂ, സെയിം സംഗതിയല്ലേ ഇവിടെ വിശദീകരിക്കുന്നത്? ദിസ് ഈസ് ഹൈഡ്രജൻ അയഡിൻ അറ്റ് ഇക്വിലിബ്രിയം. ദിസ് ഈസ് ഹൈഡ്രജൻ അയഡിൻ അറ്റ് ഇക്വിലിബ്രിയം. H2 പ്ലസ് I2, യു ആർ ഗെറ്റിംഗ് 2HI. ഇതാണ് റിയാക്ഷൻ. നോക്ക്, കോൺസെൻട്രേഷൻ H2, I2 ആൻഡ് HI. ഇതിപ്പോ ഇക്വിലിബ്രിയത്തിലാണ്.
ആ ഇക്വിലിബ്രിയത്തില് നമ്മൾ കുറച്ച് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ആ ഇക്വിലിബ്രിയത്തില് നമ്മൾ കുറച്ച് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഇതായിരുന്നു ഹൈഡ്രജന്റെ ക്വാണ്ടിറ്റി. അത് കുറച്ച് കൂട്ടി, വേറൊന്നും മാറ്റിയില്ല. എന്താ സംഭവിക്കുന്നത്? ആ കൂട്ടിയ ക്വാണ്ടിറ്റിയിൽ നിന്ന് കുറച്ച് കുറഞ്ഞിങ്ങനെ വന്നു. അപ്പൊ അത് കുറയണമെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി അയഡിനും കുറച്ചുകൂടെ എടുക്കണം. അയഡിനും കുറച്ച് കുറഞ്ഞ് ഇങ്ങനെ വന്നു. അപ്പോഴോ HI കൂടുതൽ ഫോം ചെയ്യും. ആൻഡ് ദിസ് ഈസ് ന്യൂ ഇക്വിലിബ്രിയം. അപ്പോ എന്താ സംഭവിച്ചത് നോക്ക്. HI ഇവിടെയായിരുന്നു, HIയുടെ ക്വാണ്ടിറ്റി കൂടി. ഹൈഡ്രജൻ ഇവിടെയായിരുന്നു, ഹൈഡ്രജന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. അയഡിൻ ഇവിടെയായിരുന്നു, അത് നമ്മൾ കൂട്ടി ഇവിടേക്ക് എത്തി. അവിടുന്ന് കുറച്ച് കുറഞ്ഞിട്ട് ആ പുതിയൊരു പോയിന്റിലേക്ക് എത്തി. ഇവിടെ ഈ ഗ്രാഫില് എന്താ നമ്മൾ സംസാരിക്കുന്നത്? H2 ആഡ് ചെയ്തതിനെ കുറിച്ച് മാത്രമാണ്. ഹിയർ വി ആർ ടോക്കിംഗ് അബൌട്ട് ഓൺലി അഡീഷൻ ഓഫ് H2. റിയാക്ഷൻ ഇങ്ങോട്ടേക്ക് പോകും. അപ്പോ ആഡ് ചെയ്ത് H2വിൽ നിന്ന് കുറച്ച് കുറയും, അയഡിൻ കുറച്ച് കൺസ്യൂം ചെയ്യും, HI കുറച്ച് കൂടുതൽ ഫോം ചെയ്യും. ഇതിലും നിങ്ങൾക്ക് വ്യത്യസ്ത ആശയങ്ങള് ഗ്രാഫിക്കലി ഒന്ന് പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കാം. എങ്ങനെ? ഹൈഡ്രജനും അയഡിനും ആഡ് ചെയ്യുന്നു, എന്ത് സംഭവിക്കും? HI ആഡ് ചെയ്യുന്നു, എന്ത് സംഭവിക്കും? HI റിമൂവ് ചെയ്യുന്നു, എന്ത് സംഭവിക്കും? H2ഉം I2ഉം റിമൂവ് ചെയ്യുന്നു, എന്ത് സംഭവിക്കും? അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇൻഫാക്ട് ആ ഗ്രാഫുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ മുന്നിൽ ചോദ്യമായിട്ട് പ്രത്യക്ഷപ്പെടും കേട്ടോ. പ്രാക്ടീസ് ചെയ്യാം. പറഞ്ഞത് ഓക്കെ ആണോ മക്കൾക്ക്? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? Yes, good. So that's about effect of concentration. So let us conclude effect of concentration. Reactant concentration കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കും. പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ കുറച്ചാൽ, പ്രോഡക്ട്സ് റിമൂവ് ചെയ്താൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. റിയാക്ടൻസ് റിമൂവ് ചെയ്താൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ഇതാണ് സംഭവം. അപ്പൊ കൂടുതൽ പ്രൊഡക്റ്റ് വേണം എന്നുള്ളവര് ആ കിട്ടുന്ന പ്രോഡക്റ്റ് അപ്പപ്പ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക, റിയാക്ടൻസ് കൂടുതലായിട്ട് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ ആണോ? സർ, H2 മാത്രം കൂടുമ്പോൾ I2 തികയാതെ വരില്ലേ? അങ്ങനെ H2 ധാരാളമായിട്ട് ആഡ് ചെയ്യുന്ന ഒരവസ്ഥയല്ല പറഞ്ഞത്. I2 എത്ര ബാക്കിയുണ്ടോ അതിനനുസരിച്ചിട്ട്, I2 എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട്. പ്രദീപ്, ലക്ഷ്മൺ, എത്ര I2 ഉണ്ടോ അതിനനുസരിച്ചിട്ട് H2 ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ്. ഓക്കെ ആണോടാ? യെസ്. ഇനി എല്ലാവരും ഒന്ന് പറഞ്ഞേ മക്കളെ. ഇത് ഇൻഡസ്ട്രിയലി പോപ്പുലർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. കാൽസ്യം കാർബണേറ്റ് upon heating you get calcium oxide plus carbon dioxide, right? ഈ റിയാക്ഷൻ സാധാരണ കൊമേഴ്ഷ്യലി ഈ റിയാക്ഷൻ ചെയ്യാണ്. എന്താ? ലൈംസ്റ്റോണിൽ നിന്ന്, കക്കയിൽ നിന്ന് നീറ്റ് കക്ക ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. ഷെല്ലുകളെ തിളപ്പിച്ച് ബോയിൽ ചെയ്ത് ചൂടാക്കി ക്യുക്ക് ലൈം ഉണ്ടാക്കുന്ന പ്രക്രിയ. എന്തിനാണ് ക്യുക്ക് ലൈം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ചുണ്ണാമ്പ്, കുമ്മായം സിമെന്റിലൊക്കെ ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് കുമ്മായം എന്ന് പറയുന്ന സാധനം. സിമെന്റിലൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടത്തെ സിമെന്റ്, റൈറ്റ്? കുമ്മായം.
യെസ്, ഇത് കൊമേഴ്ഷ്യലി വളരെയധികം വേണ്ടപ്പെട്ടൊരു സംഗതിയാണ്. ഈ റിയാക്ഷൻ കൊമേഴ്ഷ്യലി ഇൻഡസ്ട്രിയലി വളരെ പോപ്പുലർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. പറയൂ, ഈ റിയാക്ഷൻ കൊമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഒരു ഓപ്പൺ എൻവയറമെന്റിലാണ് ചെയ്യുക, അതല്ല ഒരു ക്ലോസ്ഡ് ചേംബറിലാണ് എന്ന് വിചാരിക്കാം. സപ്പോസ് ചില സ്ഥലങ്ങളിൽ ഓപ്പൺ ആയിട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥയാണ്, അപ്പോൾ ഒരു ഫർണസിലാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, നോർമലി പലപ്പോഴും ഇൻഡസ്ട്രിയിൽ ചെയ്യുമ്പോൾ ഒരു ഫർണസ് പോലത്തെ ഒരു ചേംബറിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുക. പക്ഷേ ആ ചേംബറിന്റെ വാൾസിലെല്ലാം ധാരാളം എക്സോസ്റ്റ് ഫാനുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. എന്തിനാണെന്ന് പറയാമോ? കക്ക പുഴുങ്ങിയിട്ട് നീറ്റ് കക്ക ഉണ്ടാക്കുന്ന ഒരു ചേംബർ, ഒരു റൂം, ഒരു ഫർണസ്, ആ റൂമിന്റെ വാൾസിൽ ധാരാളം എക്സോസ്റ്റ് ഫാനുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. എന്തിനാണെന്ന് പറയൂ? വാട്ട് ഈസ് ദ പർപ്പസ്? അതിൽ എക്സോസ്റ്റ് ഫാൻ ഇല്ല, അതൊരു ക്ലോസ്ഡ് ചേംബർ ആണെന്ന് വിചാരിക്കാം. യെസ് അഭിനവ്, വെൽ ഡൺ ഡിയർ, വെൽ ഡൺ. ഇറ്റ് ഈസ് ടു റിമൂവ് കാർബൺ ഡയോക്സൈഡ്. ഇറ്റ് ഈസ് ടു റിമൂവ് കാർബൺ ഡയോക്സൈഡ്. അല്ലെങ്കിലോ ആ കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുന്നില്ല. കാർബൺ ഡയോക്സൈഡിനെ സക്ക് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് എക്സോസ്റ്റ് ഫാൻ പിടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കുക. കാർബൺ ഡയോക്സൈഡ് ആ റൂമിൽ കെട്ടി നിൽക്കും, സാച്ചുറേറ്റഡ് ആവും. ആ റൂമിൽ കാർബൺ ഡയോക്സൈഡ് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ it will forward, it will drive in the backward direction and ultimately it will come to an equilibrium. കാർബൺ ഡയോക്സൈഡ് അവിടുന്ന് റിമൂവ് ചെയ്തില്ല എങ്കിൽ ആ റിയാക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. It will forward, it will drive in the backward direction, ultimately it will come to a state of equilibrium. നമുക്ക് ഇക്വിലിബ്രിയം വേണ്ട. നമുക്ക് ഈ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കണം. നമുക്ക് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ഓക്സൈഡ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കണം. എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ മതി? ആ ഫോം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനെ എടുത്ത് കളഞ്ഞാൽ മതി. CO2-നെ റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ദാറ്റ് ഈസ് വാട്ട് വി ഡു. ഈസ് ഇറ്റ് ക്ലിയർ ചിൽഡ്രൻ? ഈസ് ദാറ്റ് ഓക്കെ? ഇങ്ങനെ പല സാഹചര്യങ്ങളിലും ഒരു റിയാക്ഷനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമുക്ക് ലേ ചാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ലേ ചാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ ഒക്കെ വരുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുൻപ് വരെ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ ഒരു പ്രിൻസിപ്പിൾ, ഒരു റൂളിംഗ് എന്ന ഫോർമാറ്റിൽ ലേ ചാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ വന്നു എന്ന് മനസ്സിലാക്കിയാലും മതി. ഫൈൻ. So that's about effect of concentration. നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഇഫക്റ്റ് ഓഫ് പ്രഷർ. നമ്മൾ അടുത്ത കേസിലേക്ക് പോവുകയാണ്. ഇഫക്റ്റ് ഓഫ് പ്രഷർ. Obviously, effect of pressure has a great influence over gaseous reaction. Gaseous reactionലായിരിക്കുമല്ലോ പ്രഷറിന് കൂടുതലായിട്ടും സ്വാധീനം ഉണ്ടാവുക. അല്ലാണ്ട് അപൂർവം കേസസ് ഒക്കെ ഉണ്ട് കിട്ടും. എന്നാലും പ്രഷറിന് ഒരു ഗ്രേറ്റ് ഡിഗ്രി ഓഫ് ഇൻഫ്ലുവൻസ് പറയാൻ സാധിക്കുന്നത് ഗേഷ്യസ് റിയാക്ഷൻസിലായിരിക്കും. മനസ്സിലായില്ലേ? സപ്പോസ് വി ആർ ഡീലിംഗ് വിത്ത് അഗെയിൻ ഹേബർ പ്രോസസ് ആണെന്ന് വിചാരിക്കൂ. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ്. യു ഹാവ് ഇക്വിലിബ്രിയം 2NH3 ഗ്യാസ്. ഇവിടെ 3 ഗ്യാസുകളാണ് നമ്മുടെ ചേംബറിനകത്ത് ഉള്ളത്. ഹേബർ പ്രോസസ് നടക്കുന്ന ചേംബറിനകത്ത് 3 ഗ്യാസുകളാണ് ഉള്ളത്. ഒന്ന് നൈട്രജൻ, ഹൈഡ്രജൻ റിയാക്ടൻസ് ആണ്. പിന്നൊന്ന് അമോണിയ പ്രോഡക്റ്റ് ആണ്. ഈ 3 ഗ്യാസുകളുടെ കോൺട്രിബ്യൂട്ടിംഗ് പ്രഷറാണ് നമുക്ക് ആ ചേംബറിനകത്ത് ഉള്ളത്. മനസ്സിലായില്ലേ? നൗ ദ പോയിന്റ് ഈസ്, നമുക്ക് കൂടുതൽ അമോണിയ കിട്ടണമെങ്കിൽ പ്രഷർ കൂട്ടണമോ കുറയ്ക്കണമോ? ഇനിയിപ്പോ നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യാമല്ലോ. നമ്മുടെ ഉദ്ദേശം എന്താ? കൂടുതൽ എങ്ങനെ പ്രൊഡക്റ്റ് കിട്ടാം എന്നാണ് നമ്മുടെ ചിന്ത. ഇപ്പൊ നമ്മൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ ടോണിൽ തന്നെ ചോദ്യം ചോദിക്കാം. കൂടുതൽ അമോണിയ കിട്ടാൻ പ്രഷർ കൂട്ടണമോ കുറയ്ക്കണമോ?
അല്ലെങ്കിൽ പ്രഷർ കൂട്ടിയാൽ എങ്ങോട്ട് പോകും? റിയാക്ഷൻ എങ്ങോട്ട് പോകും? പ്രഷർ കുറച്ചാൽ റിയാക്ഷൻ എങ്ങോട്ട് പോകും? പ്രഷർ കൂട്ടുക കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഗ്യാസുകളാണ് അതിന്റെ പാർഷ്യൽ പ്രഷർ ആയിട്ടുള്ളത്. നോക്കുക, ടോട്ടൽ പ്രഷർ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ. ഇതാണ് പി ടോട്ടൽ. സോ ടോട്ടൽ പ്രഷർ ഈസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് 3 gases. പ്രഷർ ഓഫ് നൈട്രജൻ, പ്രഷർ ഓഫ് ഹൈഡ്രജൻ, പ്രഷർ ഓഫ് അമോണിയ. യെസ്, ആരതി പറയുന്നു പ്രഷർ കൂട്ടണം. അഭിനവ് പ്രഷർ കൂട്ടണം. വിസ്മയ പ്രഷർ കൂട്ടണം. മക്കളെ മനസ്സിലാക്കുക, പ്രഷർ കൂട്ടണം. പ്രഷർ കൂട്ടിയാൽ കൂടുതൽ കൂടുതൽ അമോണിയ കിട്ടും. എന്താണ് അതിന്റെ ലോജിക്ക്? എന്താണ് അതിന്റെ ലോജിക്ക്? അപ്ലൈ ലേഷാൻലിയസ് പ്രിൻസിപ്പിൾ. പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം വിൽ ട്രൈ ടു റിഡ്യൂസ് ദ ഇഫക്റ്റ് ഓഫ് ദ ചേഞ്ച്. പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കും. എങ്ങനെയാണ് പ്രഷർ കുറയ്ക്കാൻ പറ്റുക? പ്രഷർ എങ്ങനെ കുറയ്ക്കാൻ പറ്റുക? പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡില് 3 + 1 4 മോൾ, റൈറ്റ് ഹാൻഡ് സൈഡില് 2 മോൾ. നമ്മൾ പ്രഷർ കൂട്ടി by changing the partial pressure of this or this. നമ്മൾ പ്രഷർ കൂട്ടി എന്ന് വിചാരിക്കാം. നമ്മൾ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം എന്ത് ചെയ്യും? പ്രഷർ കുറയ്ക്കാൻ നോക്കും. പ്രഷർ കുറയ്ക്കാൻ എങ്ങനെ സാധിക്കുക? നമ്പർ ഓഫ് മോൾസ് കുറയണം. നമ്പർ ഓഫ് മോൾസ് എവിടെയാ കുറയുന്നത്? ഇവിടെ 4, ഇവിടെ 2. അപ്പോൾ റിയാക്ഷൻ ഇങ്ങോട്ട് പോകും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറയും. അപ്പോൾ പ്രഷർ കുറയും. So when you increase the pressure by changing the partial pressure of nitrogen, hydrogen or ammonia, when you increase the pressure, system will try to respond. System will try to counteract. System will try to reduce the pressure. സിസ്റ്റത്തിന് എങ്ങനെയാ പ്രഷർ കുറയ്ക്കാൻ സാധിക്കുക? അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ മതി, അപ്പൊ പ്രഷർ കുറയും. അപ്പൊ എങ്ങോട്ട് പോയാൽ പ്രഷർ കുറയാം? നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞാൽ പ്രഷർ കുറയും. നമ്പർ ഓഫ് മോൾസ് കുറയാൻ എങ്ങോട്ട് പോകണം? അങ്ങോട്ട് പോകണം. കാരണം ഇവിടെ 4 മോൾ, ഇവിടെ 2 മോൾ. അങ്ങോട്ട് പോയാൽ നമ്പർ ഓഫ് മോൾസ് കുറയും, പ്രഷർ കുറയും. ക്ലിയർ ആണോ മക്കളെ? സോ ടു ഗെറ്റ് മോർ ആൻഡ് മോർ അമോണിയ യു ഇൻക്രീസ് ദ പ്രഷർ. പ്രഷർ കൂട്ടുക. അതുകൊണ്ടാണ് ഹേബർ പ്രോസസ്സിൽ 200 ATM റിയാക്ഷൻ നടത്തുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ഏകദേശം 200 മടങ്ങ് 20 MPa ആണ് അവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ 200 മടങ്ങ് പ്രഷറിലൊക്കെ ഹേബർ പ്രോസസ് ഇൻഡസ്ട്രിയലി നടത്താനുള്ള കാരണം വേറൊന്നുമല്ല. യു വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ അമോണിയ അക്കോർഡിംഗ് ടു Le Chatelier's പ്രിൻസിപ്പിൾ. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അപ്പൊ പ്രഷർ കുറച്ചാലോ ഇങ്ങോട്ട് വരും. അപ്പൊ അമോണിയയുടെ ക്വാണ്ടിറ്റി കുറയും. ദ yield ഓഫ് അമോണിയ വിൽ ഡിക്രീസ് വെൻ യു റിഡ്യൂസ് ദ പ്രഷർ. അപ്പൊ അമോണിയയുടെ yield കൂടാൻ ഏറ്റവും നല്ലത് ഹൈ പ്രഷർ ആണ്. എന്നാ പിന്നെ കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് കൂട്ടരുത് കേട്ടോ. കാരണം 100 കണക്കിന് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതെല്ലാം കൂടെ അങ്ങ് പൊട്ടിത്തെറിച്ച് പോവും. അങ്ങനെ കൂട്ടാനും പാടില്ല. ഇൻഡസ്ട്രിയൽ പ്രോസസ് ആകുമ്പോൾ ഒരു ഓപ്റ്റിമം വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാവും. അതായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇതെല്ലാം കൂടെ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് പോവും. ടെൽ മീ PCl5 gas giving PCl3 gas plus Cl2 gas. ഈ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പ്രഷർ കൂട്ടിയാൽ എങ്ങോട്ട് പോകും പറ? ആ ഇക്വിലിബ്രിയത്തിൽ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ 3 ഗ്യാസ് ഉണ്ട് അവിടെ. PCl5 ഉണ്ട്, PCl3 ഉണ്ട്, Cl2 ഉണ്ട്. ഇവിടെ പ്രഷർ കൂട്ടിയാൽ എങ്ങോട്ടാ റിയാക്ഷൻ പോവുക? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? വെരി ഗുഡ് അഭിനവ്, വെരി ഗുഡ്.
ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഫേവർ ചെയ്യുക. കാരണം ഇവിടെ 1 + 1 2 moles ആണ്, ഇവിടെ 1 mole ആണ്. So in this case, when you increase the pressure, the reaction will drift in the backward direction. Okay അല്ലേ? അപ്പൊ നിങ്ങൾ പ്രഷർ കൂട്ടിയാൽ in a gaseous reaction, if you increase the pressure by altering the partial pressure of any one of the component or more, the system will drive in that direction where the number of moles decreases. I repeat, ഒരു gaseous reactionൽ ആ gaseous componentsന്റെ partial pressureൽ മാറ്റം വരുത്തി പ്രഷറിൽ ഒരു മാറ്റം വരുത്തിയാൽ സിസ്റ്റം എങ്ങോട്ട് പോകും? സിസ്റ്റം will adjust itself to nullify the effect of that pressure. When you increase pressure, system will move in that direction where the pressure can be decreased. That means system will go in that direction where the number of moles decreases and vice versa. അപ്പൊ ഇനി പറയൂ, കൂടുതൽ അമോണിയ കിട്ടാൻ എന്തൊക്കെ ചെയ്യാം? ഹേബർ പ്രോസസ് നടക്കുന്ന പ്ലാന്റില് ഇപ്പോൾ പഠിച്ച ആശയങ്ങൾ വെച്ച് ഹേബർ പ്രോസസ് നടക്കുന്ന പ്ലാന്റില് കൂടുതൽ അമോണിയ കിട്ടാൻ എന്തൊക്കെ ചെയ്യാം? 1. നൈട്രജൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. 2. ഹൈഡ്രജൻ കൊടുത്തുകൊണ്ടേയിരിക്കുക. സപ്ലൈ കണ്ടിന്യൂവസ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. 3. അമോണിയ റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. 4. ഹൈ പ്രഷർ റിയാക്ഷൻ നടത്തുക. So give a continuous supply of hydrogen and nitrogen. Remove ammonia as and when it is formed and apply a high pressure. This will give you good yield of ammonia. Clear anoda? Clear ano? Okay le? Okay. So that's about pressure. എന്നാ ഒന്ന് പറയൂ, H2 gas plus I2 gas, you are getting 2HI gas. What will be the influence of pressure? പ്രഷർ കൂട്ടിയാൽ റിയാക്ഷൻ എങ്ങോട്ട് പോകും? ഫോർവേഡിലേക്ക് പോവോ ബാക്ക്വേർഡിലേക്ക് പോവോ? ഈ ഇക്വിലിബ്രിയത്തില് പ്രഷർ കൂട്ടിയാൽ റിയാക്ഷൻ എങ്ങോട്ട് പോകും? ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകുമോ അതോ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് പോകുമോ? വെരി ഗുഡ് അഭിനവ്. നോ ഇൻഫ്ലുവൻസ്, നോ ചേഞ്ച്, നോ ഇഫക്റ്റ് ഓൺ ചേഞ്ച് ഇൻ പ്രഷർ. പ്രഷറിലെ ചേഞ്ച് ഇത്തരം ഒരു റിയാക്ഷനെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ 2 മോൾ, ഇവിടെയും 2 മോൾ, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ട് ഒരു കാര്യവുമില്ല. നോ യൂസ്. ഇൻഫാക്ട് നോ ഇഫക്റ്റ് ഓൺ ചേഞ്ചിങ് പ്രഷർ. പ്രഷറിലെ ചേഞ്ച് ഇത്തരം ഒരു റിയാക്ഷനെ സ്വാധീനിക്കുന്നതേയില്ല. അപ്പൊ ഏത് റിയാക്ഷനെയാണ് സ്വാധീനിക്കുക? A great influence over gaseous reaction, number 1. Number 2, reactant സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് മോൾസിൽ ഡിഫറൻസ് വരണം. എങ്കിലാണ് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കുക. ഐ ഹോപ്പ് ദാറ്റ് പോയിന്റ് ഈസ് ക്ലിയർ ടു ഓൾ. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2 ആശയങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ, 2 ഇഫക്റ്റ് ഓഫ് പ്രഷർ. ഗുഡ് ഗുഡ്. അടുത്തത് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. അടുത്തത് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ സ്വാധീനം റിയാക്ഷന്റെ തെർമോഡൈനമിക് നേച്ചറിനനുസരിച്ചിട്ടാണ്. Effect of temperature depending on the thermodynamic nature of the reaction.
depends on thermodynamic nature of reaction. എന്താ തെർമോഡൈനമിക് നേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? There are two types of reaction. ഒന്ന് exothermic reaction. Exothermic reaction favored at low temperature, while endothermic reaction favored at high temperature. So depending on the thermodynamic nature of the reaction, thermodynamically speaking, രണ്ട് type reactions ആണ്. ഒന്ന് exothermic, ഒന്ന് endothermic. Exothermic reactions ആണ് എങ്കിൽ it is favored at low temperature. Endothermic reactions ആണ് എങ്കിൽ it is favored at high temperature. ഇതാണ് fact. ഉദാഹരണമായിട്ട് again Haber process N2 gas plus 3H2 gas giving 2NH3 gas. നിങ്ങൾക്കറിയാമോ ഇത് എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ? എനി ഐഡിയ? ആർക്കെങ്കിലും അറിയാമോ? ഹേബർ പ്രോസസ്സിൽ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ? അറിഞ്ഞൂടാ. എക്സോതെർമിക് ആണ്. ദിസ് ഈസ് എക്സോതെർമിക് പ്രോസസ്. നെഗറ്റീവ് ആണ്. ദിസ് ഈസ് എക്സോതെർമിക് പ്രോസസ്. സോ ടു ഗെറ്റ് എ ഗുഡ് yield ഓഫ് അമോണിയ, വാട്ട് ഈസ് അഡ്വൈസബിൾ? ലോ ടെമ്പറേച്ചർ ആണോ ഹൈ ടെമ്പറേച്ചർ ആണോ? ടു ഗെറ്റ് എ ഗുഡ് yield ഓഫ് അമോണിയ ഏത് ടെമ്പറേച്ചർ ആണ് അഡ്വൈസബിൾ? ലോ ടെമ്പറേച്ചർ ആണോ ഹൈ ടെമ്പറേച്ചർ ആണോ? ലോ ടെമ്പറേച്ചറിൽ കൂടുതൽ അമോണിയ കിട്ടും. ലോ ടെമ്പറേച്ചറിലാണ് അമോണിയയുടെ ഈൽഡ് കൂടുതൽ. ലോ ടെമ്പറേച്ചറിലാണ് അമോണിയയുടെ ഈൽഡ് കൂടുതൽ. പക്ഷെ ഇൻഡസ്ട്രിയലി വർക്കിംഗ് ടെമ്പറേച്ചർ 700 കെൽവിന്റെ മുകളിലോ അങ്ങനെ എന്തോ ആണ്. 500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഒരു 723 750 അടുത്താണ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ. അത്യാവശ്യം ഹൈ ആണ്. അതെന്തുകൊണ്ടായിരിക്കും? അറ്റ് ലോ ടെമ്പറേച്ചർ ദ ഈൽഡ് ഓഫ് അമോണിയ ഈസ് വെരി ഹൈ. പക്ഷേ നമ്മൾ ഇൻഡസ്ട്രിയലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ അത്ര ലോ ടെമ്പറേച്ചർ അല്ല, മറിച്ച് താരതമ്യേന ഒരു ഹൈ ടെമ്പറേച്ചർ ആണ്. ഒരു 700 കെൽവിന്റെ 500 ഡിഗ്രി സെൽഷ്യസിന്റെ അവിടെയൊക്കെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. Can you tell me why? ഒരു സംശയവും വേണ്ട. ബീയിങ് എക്സോതെർമിക് പ്രോസസ് നോക്കൂ, ലോ ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കാം. ഇമാജിൻ യു ആർ ഗെറ്റിംഗ് 95% yield ഓഫ് അമോണിയ. നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ yield ഓഫ് അമോണിയ കുറയും. അതൊരു 60%ലേക്കൊക്കെ കുറയും. The values are merely arbitrary. കേട്ടോ, the values are merely arbitrary. ലോ ടെമ്പറേച്ചറിൽ അമോണിയയുടെ yield 95% വിചാരിക്കുക. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അമോണിയയുടെ yield കുറയും. എന്നാലും നമ്മൾ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്, ഇതല്ല. Can you tell me why? Yes, very good Abhinav, very good. ആദ്യത്തെ കേസിൽ 95% അമോണിയ കിട്ടി.
ആദ്യത്തെ കേസിൽ 95% അമോണിയ കിട്ടി, പക്ഷെ ഒരു സർട്ടൺ ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടി 5 മണിക്കൂർ എടുക്കുന്നു. ഇവിടെ 60% ഉള്ളൂ, പക്ഷെ അരമണിക്കൂർ കൊണ്ട് കിട്ടും. ഏതാണോ നമ്മൾ പ്രിഫർ ചെയ്യുക? 5 മണിക്കൂർ കൊണ്ട് 95% yield ആണോ പ്രിഫർ ചെയ്യുക, അതോ വെറും അരമണിക്കൂർ കൊണ്ട് 60% നമ്മൾ പ്രിഫർ ചെയ്യുക? ആസ് എ ഇൻഡസ്ട്രിയൽ പ്രോസസ്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു പ്ലാന്റ് നടത്തുകയാണ്, നിങ്ങളൊരു ഫാക്ടറി നടത്തുകയാണ്, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, 100 കണക്കിന് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. ആൻഡ് വി ആർ കൺസേൺഡ് അബൌട്ട് പ്രോഫിറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ്. ഒന്ന് പറയൂ, 5 മണിക്കൂർ കൊണ്ട് 95% yield ആണോ നമ്മൾ പ്രിഫർ ചെയ്യുക, അരമണിക്കൂർ കൊണ്ട് 60% yield ആണോ നമ്മൾ പ്രിഫർ ചെയ്യുക? yield ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, പെട്ടെന്ന് വേണം. ബിക്കോസ് ടൈം ഈസ് മണി. ടൈം ഈസ് മണി. പ്രൊഡക്ടിവിറ്റി എന്നാണ് ഇതിനെ പറയുക. എന്താ പറയാ? പ്രൊഡക്ടിവിറ്റി. നമുക്ക് 95% ഈൽഡില് 5 മണിക്കൂർ കഴിഞ്ഞ് കിട്ടുന്നതൊന്നും ലാഭകരമല്ല. അതേസമയം 60% ഈൽഡേ ഉള്ളൂ, അരമണിക്കൂർ കൊണ്ട് കിട്ടുന്നു. വെൻ യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, ദ സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ വിൽ ബി ഇൻക്രീസ്ഡ്. അമോണിയയുടെ ഈൽഡ് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, പെട്ടെന്ന് കിട്ടുമെങ്കിൽ അതാണ് പ്രോഫിറ്റബിൾ. ബിക്കോസ് ടൈം ഈസ് മണി. മക്കളെ, ക്ലിയർ ആണോ? പലപ്പോഴും ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകളിൽ നമ്മളൊരു ഓപ്റ്റിമം വർക്കിംഗ് കണ്ടീഷൻ വെക്കുന്നത് അതിന്റെ പ്രൊഡക്ടിവിറ്റി നോക്കിയിട്ടാണ്. പ്രൊഡക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ പല ഘടകങ്ങളുണ്ട്. വേസ്റ്റേജ് കുറയ്ക്കുക, പൊല്യൂഷൻ കുറയ്ക്കുക, വേസ്റ്റേജ് കുറയ്ക്കുക, എഫിഷ്യൻസി കൂട്ടുക, സ്പീഡ് കൂട്ടുക. പ്രധാനപ്പെട്ട വിഷയം സ്പീഡ് കൂട്ടുക. യെസ്, പറയൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പറയൂ. കാൽസ്യം ഓക്സൈഡ് treated with the water, you get calcium hydroxide, slaking of lime. Sugar added with the water, you get a sugar solution. ഇതും വെള്ളമാണ്. രണ്ടിലും പറയൂ, എന്താണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? ഹോട്ട് വാട്ടർ ആണോ? You have 3 samples of water: hot water, cold water and ice cold water. ഹോട്ട് വാട്ടർ ഉണ്ട്, നോർമൽ വാട്ടർ ഉണ്ട്, ഐസ് കോൾഡ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത വെള്ളമുണ്ട്. പറയൂ, ഇതിൽ രണ്ടിലും ഏതാണ് പ്രിഫറബിൾ? ഫസ്റ്റ് കേസ് പറയൂ. ഇവിടെ ഏതാണ് പ്രിഫറബിൾ? Is it cold water, normal water or hot water? ഫസ്റ്റ് കേസിൽ. അതുപോലെ സെക്കൻഡ് കേസിൽ ഏതാണ് പ്രിഫറബിൾ? Is it cold water, normal water or hot water? കേസ് വെച്ച് പറ. ഫസ്റ്റ് കേസിൽ ഏതാണ് പ്രിഫറബിൾ? സ്ലേക്കിംഗ് ഓഫ് ലൈം. അറിയില്ല അല്ലെ? അറിയില്ല. സെക്കൻഡ് ഹോട്ട് വാട്ടർ ആണെന്ന് അറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത. സെക്കൻഡ് ഹോട്ട് വാട്ടർ ആണെന്ന് അറിയാം, കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത. വിസ്മയ, ബോത്ത് ഹോട്ട് വാട്ടർ. അല്ലാട്ടോ, അല്ല. This is an exothermic process and this is an endothermic process. ഇവിടെ ഹോട്ട് വാട്ടർ ആണ് നല്ലത്, ഇവിടെ കോൾഡ് വാട്ടർ ആണ് നല്ലത്. സ്ലേക്കിംഗ് ഓഫ് ലൈം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നമ്മൾ മാർക്കറ്റിൽ ചെന്നിട്ട് ഈ നീറ്റ് കക്ക മേടിച്ചുകൊണ്ട് വരും. വലിയങ്ങാടി മാർക്കറ്റിൽ നിന്ന് നീറ്റ് കക്ക മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് വലിയ കോൺക്രീറ്റ് ടാങ്ക് ഉണ്ട്, അതിലിട്ടിട്ട് കിണറ്റിൽ നിന്ന് നല്ല തണുത്ത വെള്ളം എടുത്ത് ഒഴിക്കും അതിലേക്ക്. എത്ര തണുത്ത വെള്ളമാണോ അത്രയും നല്ലത്. അത് ഒഴിക്കുമ്പോൾ തന്നെ അത് വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ തിളയ്ക്കുന്നുണ്ടോ? ബിക്കോസ് ഇറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ, ഹൈലി ഫേവേർഡ് അറ്റ് ലോ ടെമ്പറേച്ചർ.
അതേസമയം ഇത് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ചൂടുവെള്ളം, നോർമൽ വാട്ടർ, ഐസ് വാട്ടർ. ചൂടുവെള്ളത്തിൽ പഞ്ചസാര പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും, കാരണം അതൊരു എൻഡോതെർമിക് പ്രോസസ് ആണ്. സോ ബേസ്ഡ് ഓൺ ദ തെർമോഡൈനമിക് നേച്ചർ ഓഫ് ദ റിയാക്ഷൻ, either low temperature or high temperature favors the reaction. Clear ആണോ മക്കളെ? Is that clear? It is strictly based on the thermodynamic nature. We can see the reaction favored at a low temperature or at a high temperature. Yes. ആദ്യത്തെ റിയാക്ഷനിൽ തണുത്ത വെള്ളം പ്രിഫർ ചെയ്യുന്നു, കാരണം അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. രണ്ടാമത്തെ റിയാക്ഷനിൽ റിലേറ്റീവ്ലി ഹോട്ട് വാട്ടർ പ്രിഫർ ചെയ്യുന്നു, അതൊരു എൻഡോതെർമിക് പ്രോസസ് ആണ്. സോ ദാറ്റ് ഈസ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇവിടെ ഇത് എക്സോതെർമിക് ആണെങ്കിൽ പോലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചർ ആണ്. We prefer an optimum temperature because the speed of the reaction is a matter of fact. അപ്പൊ നമ്മൾ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ, ഇഫക്റ്റ് ഓഫ് പ്രഷർ, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. നൗ ആസ് ഫാർ ആസ് പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഈസ് കൺസേൺഡ്, അമോണിയ നല്ല ഈൽഡ് കിട്ടാൻ, അമോണിയ നന്നായിട്ട് ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം? നൈട്രജനും ഹൈഡ്രജനും സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക, അമോണിയ റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഹൈ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. ടെമ്പറേച്ചർ ലോ ആണ് പ്രിഫറബിൾ എങ്കിലും കൂടെ ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇൻ ഓർഡർ ടു സസ്റ്റെയിൻ എ ഗുഡ് കൈനറ്റിക് ഓഫ് ദ റിയാക്ഷൻ. ഐ ഹോപ്പ് ദാറ്റ് പോയിന്റ് ഈസ് പെർഫെക്റ്റ്ലി ക്ലിയർ ടു ഓൾ. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യെസ്. അടുത്തത് ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ആണ് കേട്ടോ. ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഓൾട്ടർ ഇക്വിലിബ്രിയം. കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഓൾട്ടർ ഇക്വിലിബ്രിയം. Catalyst does not alter equilibrium. പിന്നെ കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഇറ്റ് സിംപ്ലി സ്പീഡ് അപ്പ് ദ റിയാക്ഷൻ. കാറ്റലിസ്റ്റിന്റെ പ്രയോഗം എന്തിനാണെന്ന് ചോദിച്ചാൽ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുക, അതാണ് കാറ്റലിസ്റ്റിന്റെ ഉദ്ദേശം. റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുക. അപ്പോൾ ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടും, ഒബ്വിയസ്ലി ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് കൂടും. സോ ഇറ്റ് ഈസ് അറ്റൈനിങ്, ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദ റിയാക്ഷൻ ടു അറ്റൈൻ ഇക്വിലിബ്രിയം ഫാസ്റ്റ്. അത്രേ ഉള്ളൂ. സോ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ഹെൽപ്പ് ദ റിയാക്ഷൻ ടു അറ്റൈൻ ഇക്വിലിബ്രിയം ഫാസ്റ്റ്. ഇറ്റ് ഹെൽപ്പ് ദ റിയാക്ഷൻ ടു സ്പീഡ് അപ്പ് ബോത്ത് ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതാണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ് കാറ്റലിസ്റ്റിന്റെ ജോലി. അല്ലാതെ അത് ഇക്വിലിബ്രിയത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സംഗതി അല്ല. കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഓൾട്ടർ ഇക്വിലിബ്രിയം. കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഓൾട്ടർ ഇക്വിലിബ്രിയം. ഇറ്റ് സിംപ്ലി സ്പീഡ് അപ്പ് ദ റിയാക്ഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ കോൺസെൻട്രേഷൻ മാറിയാൽ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും, പുതിയൊരു ഇക്വിലിബ്രിയത്തിലേക്ക് വരും. പ്രഷർ മാറിയാൽ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും, പുതിയൊരു ഇക്വിലിബ്രിയത്തിലേക്ക് മാറും. എക്സെപ്റ്റ് ഇൻ സർട്ടൻ കേസസ് വേർ ദ നമ്പർ ഓഫ് മോൾസ് ഓൺ ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ ഫോർ എ gaseous reaction, right? Temperature, depending on the thermodynamic nature of a reaction, equilibrium will be affected. Exothermic reaction favored at low temperature, endothermic reaction favored at high temperature. അതേസമയം കാറ്റലിസ്റ്റിന് ഇക്വിലിബ്രിയത്തിനെ ഓൾട്ടർ ചെയ്യാൻ സാധിക്കില്ല.
Catalyst simply speed up the reaction. അപ്പോൾ അത്രയും പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റാണ്. Effect of adding inert gas. ലാസ്റ്റ് പോയിന്റാണ്. Effect of addition of an inert gas. Effect of addition of an inert gas. ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇഫക്റ്റ്? അത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സാഹചര്യങ്ങളിൽ ഡിസ്കസ് ചെയ്യണം. ഒന്ന്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഡിസ്കസ് ചെയ്യണം. രണ്ട്, അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം ഡിസ്കസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, you are conducting a reaction in a system like this, PCl5 or PCl3 plus Cl2, you get PCl5. For example, ഇതൊരു ഗ്യാസ്, ഇതൊരു ഗ്യാസ്, ഇതൊരു ഗ്യാസ്. സോ ഇതാണ് റിയാക്ടിംഗ് സിസ്റ്റം എന്ന് വിചാരിക്കാം. ഇതൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ആണ്. ഇതാണ് റിയാക്ടിംഗ് സിസ്റ്റം എന്ന് വിചാരിക്കാം. ഇവിടെ PCl3 ഉണ്ട്, Cl2 ഉണ്ട്, PCl5 ഉണ്ട്. ആൻഡ് ദേ ആർ അവൈലബിൾ അറ്റ് എ ഇക്വിലിബ്രിയം. ഈ സിസ്റ്റം ഇപ്പോൾ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിൽക്കുകയാണ്. ഓക്കെ, ഇതിലേക്ക് ഒരു ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നു. സേ സം ക്വാണ്ടിറ്റി ഓഫ് ഹീലിയം ആഡഡ് ടു ദാറ്റ് സിസ്റ്റം. അവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുക? അതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ട അടുത്ത പോയിന്റ്. അത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നില്ല. ഈ ഒരു ഇൻഫ്ലുവൻസ്, ഇതിന്റെ ഒരു ഇഫക്റ്റ് എന്താണ് എന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ആദ്യത്തെ ഡിസ്കഷൻ ഇതാണ്. എന്താ ഡിസ്കഷൻ? യു ഹാവ് an equilibrium like this and is maintained at such a system. ആദ്യത്തെ കേസ് ആണ് പറയാൻ പോകുന്നത്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. That means you have a piston cylinder arrangement and this is a free moving airtight piston. Free moving airtight piston. ഫ്രീ മൂവിങ് എയർ ടൈറ്റ് പിസ്റ്റൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിനകത്ത് കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും. പ്രഷർ മാറില്ല. പ്രഷർ ഇവിടെ കൂടിയാൽ തനിയെ പിസ്റ്റൺ താഴത്തേക്ക് വരും, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. പ്രഷർ ഇവിടെ കുറഞ്ഞാൽ തനിയെ പിസ്റ്റൺ മുകളിലേക്ക് പോകും, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. ബിക്കോസ് ദ സിസ്റ്റം, ദിസ് ഈസ് സിസ്റ്റം ആൻഡ് ദിസ് ഈസ് സറൗണ്ടിങ്. സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ആർ അണ്ടർ ഇക്വിലിബ്രിയം. സിസ്റ്റവും സറൗണ്ടിങ്ങും ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് അതിനകത്ത്, ആ സിസ്റ്റത്തിനകത്ത് പ്രഷർ മാറില്ല, കോൺസ്റ്റന്റ് പ്രഷർ സിസ്റ്റം ആയിരിക്കും. അവിടെ ഒരു ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മുടെ സമയം ഏകദേശം അവസാനിച്ചിരിക്കുന്നു. ആ ടോപ്പിക്ക് ഇന്ന് നമുക്ക് പറഞ്ഞു തീരില്ല. അതുകൊണ്ട് ആ സ്റ്റോറിയിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം. പോരെ? അല്ലേ? യെസ്, നമ്മുടെ സമയം ഏകദേശം അങ്ങോട്ട് അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. യെസ്, എല്ലാവരും ക്ഷീണിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അതോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചോ അറിയില്ല. ചിലപ്പോൾ അതിനും സാധ്യതയുണ്ട്. ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ ഇരുന്ന് തട്ടിയിട്ടുണ്ടാവും. എനിക്ക് എന്തായാലും നന്നായിട്ട് വിശക്കുന്നുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്ന് ഇവിടെ നിർത്താം. റൈറ്റ്, അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ എടുത്ത വരെയുള്ള ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക, പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാം. റൈറ്റ്, എനി പോയിന്റ് ഓഫ് ഡൗട്ട് വി ക്യാൻ ടേക്ക് അപ്പ് ഫോർ ദ ഡിസ്കഷൻ ഇൻ ദ ക്ലാസ്. കഴിച്ചില്ല അല്ലേ? ഓക്കെ, എന്നാൽ പിന്നെ ഒരുമിച്ച് പോയി കഴിക്കാം. അപ്പം നമുക്ക് നിർത്താം. ഓക്കെ, ബൈ, സി യു, ഗുഡ് നൈറ്റ്.
ടേക്ക് കെയർ. ബൈ.